പിണറായി വിജയന്റെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല. ചാക്കിന് ഇപ്പൊ കുറച്ച് വിലയുണ്ട്. മുതലപ്പൊഴിയുടെ സ്ഥലം കൂടിയാ. എത്ര പേരാണ്? 79ഓളം അല്ലേ? 79 പേരാണ് ജീവൻ വെടിഞ്ഞത്. ഞങ്ങൾ 2 പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു. അതിശക്തമായി ഈ വിഷയം ഉന്നയിച്ചു. ഞാൻ 3 പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ ബഹുമാനായ MP പാർലമെന്റിൽ നിരവധി പ്രാവശ്യം ഉന്നയിച്ചു. അദ്ദേഹം ഇവിടെ ഉപവാസ സമരം നടത്തി. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. എന്താണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് വേറെ എവിടെയുണ്ട്? ഒന്നും ചെയ്യില്ല. എല്ലാം ഒച്ചിഴയുന്ന വേഗത്തിൽ. ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോ മന്ത്രി ബൈബിൾ കോട്ട് ചെയ്താണ്, ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്റെ കയ്യിൽ മോശയുടെ വടിയില്ല, കടലെ വഴിമാറിപ്പോവാൻ പറയുന്ന മോശയുടെ വടിയിലാണ്. ഞാൻ അതിന് ബൈബിളിൽ തന്നെ ഒരു മറുപടി കൊടുത്തു. ഭരണാധികാരിയുടെ കയ്യിൽ വേണ്ടത് മോശയുടെ വടിയല്ല, ശലോമോന്റെ പ്രാർത്ഥനയാണ്. നിന്റെ പ്രജകളെ നന്നായി നടത്താൻ അതിനുള്ള ജ്ഞാനം എനിക്ക് തരയണമെന്നാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. അതാണ് ഏറ്റവും വലിയ ഒരു രാജാവിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഈ ഭരണാധികാരികളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് എത്രയോ നാൾ മുമ്പ് ആ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. മനുഷ്യന്റെ ജീവനിക്ക് ഒരു പന്താറുകയാണ്. എന്നിട്ട് അതിൽ പോലും ചെറുവിരൽ അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന ഒരു ഭരണകൂടം. 12,000 കോടിയുടെ പാക്കേജ് ഉണ്ടാകും ഇവിടെ മത്സ്യമേഖലയിൽ. എത്ര ചെലവാക്കി? നിങ്ങൾക്ക് ഒന്നും ചെലവാക്കി. പൂച്ച പെട്ടി കിടക്കുന്ന ഗജരാവ് വെച്ചിട്ട് എന്ത് ചെലവാക്കാനും എല്ലായിടത്തും പ്രഖ്യാപനം. ഞാൻ DP ചെന്നപ്പോ പറഞ്ഞു 12,000 കോടിയുടെ പ്രഖ്യാപനം 5 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. പിണറായി വിജയന്റെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല. ചാക്കിന് ഇപ്പൊ കുറച്ച് വിലയുണ്ട്. പഴയ ചാക്കിന് ഇതിനൊരു വിലയില്ല. കാരണം ഒന്നും ചെയ്യില്ല പറഞ്ഞു. പിന്നെ വിലയുണ്ടാവുന്ന വിശ്വാസ്യതയില്ല. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് വിശ്വാസ്യതയില്ല. 2021 പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1,600 രൂപയുടെ പെൻഷൻ, ഞങ്ങൾ 2,500 രൂപ അല്ലേ? കുറെ പാവങ്ങൾ വോട്ട് ചെയ്ത് അത്രയും നല്ല പെൻഷൻ അല്ലേ? എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചിന്തിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത്. മലയാളി എന്ത് ചെയ്ത് ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലേക്ക് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട്. അപ്പൊ നമ്മൾ ഇടുക്കിയിൽ എല്ലാവരെയും ചീത്ത വിളിക്കുന്നതാണല്ലോ. കണ്ടൂത്തിൽ ഇന്നലെ എന്നെ ചീത്ത വിളിച്ചു. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണെന്നോ. നല്ലതാണെന്ന് പറഞ്ഞില്ല എന്റെ ഭാഗ്യം. അവ അദ്ദേഹം തെറി വിളിച്ചു. വോട്ടർമാരെ കൊള്ളരുതാത്തവന്മാരെ ഞങ്ങളെ കാശും മേടിച്ച് കുട്ടടിച്ച് UDF വോട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അശനെ അവര് കൊള്ളല്ലാത്തവന്മാരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ 5 കൊല്ലം പെൻഷൻ കൊടുക്കാതെ ഒരു പറ്റിച്ച് 2 മാസം പെൻഷൻ ലക്ഷം വന്നപ്പോ കൊടുത്തു. അവർക്കറിയാം നല്ല പെൻഷൻ അടുത്ത 5 കൊല്ലം കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് UDF വോട്ട് ചെയ്തത്.